സല്യൂട്ട് സഹൃദയരെ. 2005 ഫെബ്രുവരി 16 രാവിലെ ഒരു 11:30 ആയപ്പോൾ അന്നത്തെ കോട്ടയം SP ആയിരുന്ന ശ്രീ വഹാബ് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, മാഡം ഒരു കേസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു പുരുഷൻ്റെ ശരീരത്തിൻ്റെ കാല് മാത്രം, അത് കോട്ടയം കുമരകം റോഡിലെ ചീപ്പുങ്കൽ പാലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ താഴെയുള്ള ലേക്കിൻ്റെ വശത്തായിട്ട്, വേമ്പനാട് കായലാണ്, അതിൻ്റെ വശത്തായിട്ട് ഇങ്ങനെ ഒരു കാല് കിടക്കുന്ന കണ്ടു. അപ്പോൾ കാല് മാത്രമായപ്പോൾ ആളുകൾ ഇത് മനുഷ്യൻ്റെ കാലാണോ അതോ വല്ല പാവയിൽ നിന്നും പൊട്ടിപ്പോയതാണോ എന്നൊക്കെ നോക്കാൻ ആളുകൾ 2-3 പേര് കൂടി പരിശോധിച്ചപ്പോൾ അത് മനുഷ്യൻ്റെ കാല് തന്നെയാണെന്ന് മനസ്സിലായി. അതിൻ്റെ അടുത്തായിട്ട് ഒഴുകി നടന്ന വേറൊരു കാലും കൂടെ, അങ്ങനെ 2 കാല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ വിളിച്ച് പരിശോധിപ്പിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഒരു പുരുഷൻ്റെ, ഒരു ചെറിയ യുവാവായിട്ടുള്ള ഒരു പുരുഷൻ്റെ കാലുകളാണെന്നാണ് തോന്നുന്നത്. വെട്ടിമാറ്റിയ നിലയിലാണ് കാണപ്പെടുന്നത്. അതിന് വലിയ പഴക്കമൊന്നുമില്ല, ഒരു മണിക്കൂറുകളെ ആയിട്ടുള്ളൂ, ഏകദേശം ഒരു 24 മണിക്കൂർ പോലും ആയിട്ടുണ്ടാവില്ല അത് ശരീരത്തിൽ നിന്ന് വെട്ടി മാറ്റിയിട്ട് എന്ന രീതിയിലാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേസ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം കേസ് രജിസ്റ്റർ ചെയ്യുകയും ഈ ആൾ ആരാണ്, അവൻ്റെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ എന്താണ്, ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെയുള്ള ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 18 തീയതി 2 ദിവസവും കൂടെ കഴിഞ്ഞ ശേഷം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഒരു ആൾ കൊണ്ട് കൊടുത്തു. അതിനകത്ത് അയാൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ പ്രവീൺ കുമാർ എന്ന് പറയുന്ന 21 വയസ്സുള്ള ഒരു പയ്യനെ 2-3 ദിവസമായിട്ട് കാണുന്നില്ല. അപ്പോൾ പരാതി കൊടുത്ത ആളുടെ പേര് പവിത്രൻ എന്നായിരുന്നു, പ്രവീണിൻ്റെ അച്ഛൻ്റെ പേര്. പവിത്രൻ ആ സമയം ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരത്തായിരുന്നു. അയാളുടെ വീട്ടിൽ അന്വേഷിച്ചു. ഏറ്റുമാനൂർ അമ്പലത്തിലെ ഉത്സവമൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് ചിലപ്പോൾ അവൻ അവിടെയൊക്കെ പോയതായിരിക്കുമെന്ന് വിചാരിച്ച് അവർ പല സ്ഥലത്ത് അന്വേഷിച്ചു. അവൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അന്വേഷിച്ചു, മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, അവൻ്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ വീട്ടിൽ അന്വേഷിച്ചു. 15 തീയതി വൈകിട്ട് ശേഷം അവൻ കാണുന്നില്ല എന്നാണ്. 18 തീയതി 3 ദിവസമായതുകൊണ്ട് പോലീസിൽ പരാതി പറയാമെന്ന് പറഞ്ഞ് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പവിത്രനെ കൊണ്ടുപോയി ആ കാല് കാണിച്ചു കൊടുത്തു. വളരെ ക്രൂരമാണ്, പക്ഷേ എന്നാലും മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന കാലുകൾ കാണിച്ചിട്ട് ഇത് പ്രവീണിൻ്റേതാണോ എന്നൊന്ന് നോക്കാൻ പറഞ്ഞു. കാരണം പ്രായവുമായിട്ട് ഡോക്ടർ പറഞ്ഞത് ഒത്തു പോകുന്നുണ്ട്. ഒരു യുവാവിൻ്റെ കാലാണെന്ന് പറഞ്ഞതുകൊണ്ട് 21 വയസ്സായ പയ്യനെ കാണുന്നുമില്ല, അടുത്ത് തന്നെയാണ്. അപ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു ആയിരിക്കാം, കാരണം ഇത് അവൻ്റെ വലത് കാലിൻ്റെ വശത്തായിട്ടൊരു ബർത്ത് മാർക്ക്, ഒരു മറുകുണ്ട്. അപ്പോൾ മറുക് കണ്ടിട്ട് അത് അവൻ്റെ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ പിന്നെ ഹോസൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചത് കഴുകി നീറ്റായിട്ട് ഒന്നുകൂടെ കാണിച്ചപ്പോൾ അത് അവൻ തന്നെയാണെന്നാണ് ഉറപ്പ്. അയാൾ വളരെ ഡിസ്ട്രസ്ഡ് ആയിരുന്നു ആ സമയത്ത്. പ്രവീൺ ആണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് അയാളുടെ വേറെ അബൌട്ട്സ് അന്വേഷിക്കാൻ തുടങ്ങി. അയാൾ എവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ അയാൾ ഏറ്റുമാനൂർ തന്നെയുള്ള ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ പോയി അന്വേഷിച്ചു. അവൻ്റെ വീട്ടുകാരുടെ അടുത്ത്, സ്വന്തക്കാരുടെ അടുത്ത്, സുഹൃത്തുക്കളുടെ അടുത്ത്. അവൻ ആരുടെ കൂടിയാണ് പുറത്തു പോയത് അവസാനമായിട്ട്, അവൻ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അവസാനം കണ്ടത് എന്നുള്ള പല കാര്യങ്ങളും ഞങ്ങൾ അന്വേഷിച്ചു. ഇപ്പോൾ 19 തീയതി ആയപ്പോഴേക്കും തണ്ണീർമുക്കം ബണ്ടിൻ്റെ അടുത്തായിട്ട് ഒരു വലിയ പ്ലാസ്റ്റിക് കവറിങ്ങനെ ഒഴുകി വരുന്നത് കണ്ടിട്ട് ആളുകളത്, മീൻ പിടിക്കാൻ പോയ ആൾക്കാരെല്ലാവരും അത് വലിച്ച് കരയെ കയറ്റി നോക്കിയപ്പോൾ ഒരു പുരുഷൻ്റെ ശരീരമായിരുന്നു അത്. അതായത് കൈയും കാലും ഇല്ലാതെ ശരീരഭാഗം മാത്രം, ദേഹം മാത്രമായിട്ടുള്ളത്, കുറച്ച് അഴുകിയ നിലയിലാണ് കണ്ടുപിടിച്ചത്. അത് ഗ്യാസൊക്കെ കയറി വീർത്ത ശരീരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി, അപ്പോൾ ഇത് ഇയാളുടെ ശരീരം തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ച് കുറച്ചും കൂടെ നല്ല രീതിയിലൊന്ന് അവിടെയൊക്കെ പരിശോധിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ 2 കൈകളും കൂടെ അവിടെ നിന്ന് തന്നെ കിട്ടി. ആ സമീപ പ്രദേശത്ത് നിന്ന് തന്നെ ഒഴുകുന്ന രീതിയിൽ കിട്ടി. അങ്ങനെ കൈകളും ഉടലും 2 കാലും കിട്ടി. അതെല്ലാം കൂടെ വെച്ച് നോക്കിയപ്പോൾ ഇത് ഒരേ വ്യക്തിയുടെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും ഞങ്ങൾ പ്രവീണിൻ്റെ ഫാദറിനെയും പ്രവീണിൻ്റെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് ശരീരഭാഗങ്ങൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഒരു പോസിറ്റീവ് ഐഡൻറ്റിഫിക്കേഷൻ കിട്ടി, ഇത് പ്രവീണിൻ്റെ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തലയില്ല, തല എവിടെ പോയി എന്നുള്ളത് ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. കാരണം ഏതൊരു അജ്ഞാത മൃതശരീരം കണ്ടാലും ആ തല വെച്ചിട്ടാണ് നമ്മൾ പോസിറ്റീവ് ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നത്. എല്ലാ കേസുകളും, അതായത് തണ്ണീർമുക്കത്ത് കണ്ട കേസും കുമരകത്ത് കണ്ട കേസും എല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ ട്രാൻസ്ഫർ ചെയ്ത് ഏറ്റുമാനൂരിൽ ഒറ്റ കേസായിട്ട്, മർഡർ കേസായിട്ടാണ് പിന്നീടത് അന്വേഷിച്ചത്. കുറച്ച് നാളത് CI അന്വേഷിച്ചു, ആൻ്റണി. അതിനുശേഷം പിന്നെ DYSP മുരളീധരൻ ആയിരുന്നു അത് അന്വേഷിച്ചത്, മുരളീധരൻ നായർ. ശരീരഭാഗങ്ങൾ മുഴുവനും കിട്ടിയ ആ ദിവസം തന്നെ ഞങ്ങൾക്ക് ഒരു വിധത്തിലൊരു ക്ലൂ കിട്ടി. ദിവാകരൻ എന്ന് പറയുന്ന ഒരാൾ
അയാൾ പ്രവീണിൻ്റെ ഒരു അകന്ന ബന്ധുവുമാണ്, കൂടാതെ അവരുടെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുമാണ്. അപ്പോൾ അയാൾ പറഞ്ഞു പ്രവീണിൻ്റെ തന്നെ വേറൊരു കസിനായിട്ടുള്ള ഒരു ബിനു എന്ന പേരിലുള്ളൊരു പയ്യനുമായിട്ട് അവൻ അന്ന് സന്ധ്യയോടുകൂടി ഇങ്ങനെ സ്കൂട്ടറിൽ കയറി പോകുന്നത് കണ്ടായിരുന്നു എന്ന്. ബിനു ഓടിച്ചിരുന്ന സ്കൂട്ടറിനകത്ത് പ്രവീൺ പുറകിലിരുന്നുകൊണ്ട് പോകുന്ന കണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ പ്രയോറിറ്റി അപ്പോൾ ബിനുവിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ബിനുവിനെ സമ്മൺ ചെയ്തു. അവൻ്റെ അടുത്ത് ചോദ്യം ചെയ്തിട്ട് ആദ്യം ഒന്നും പറഞ്ഞില്ല. അവസാനം ഞങ്ങൾ പോലീസ് ക്ലബ്ബിൽ കൊണ്ടുപോയിട്ട് ഒരു നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ബിനു പെട്ടെന്ന് പറഞ്ഞു, അധികം വൈകാതെ തന്നെ പറഞ്ഞു, അയ്യോ അത് സാറേ ഞാനല്ല അതിന് ഉത്തരവാദി, അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാണ്, അതൊരു പോലീസ് ഓഫീസർ തന്നെയാണ് ചെയ്യിച്ചത്, അത് മലപ്പുറം DYSP ആയിട്ട് ജോലി ചെയ്യുന്ന ഷാജി സാറാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചത് എന്നാൽ ഒട്ടനെ തുറന്ന് പറഞ്ഞു. അത് ബിനുവിന് ചെറിയ അസന്മാർഗിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, അവൻ ചെറിയതായിട്ട് ഗുണ്ടപ്പണിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലത്തായിട്ട് വെച്ചിട്ട് പോലീസ് ഓഫീസേഴ്സുമായിട്ട് ഇങ്ങനെ പരിചയമുള്ളത് കൊണ്ട് ബിനുവിനെയാണ് ആദ്യമായിട്ട് ഷാജി വിളിച്ചത്. ബിനുവിനെ കൊണ്ടാണ് ഇവനെ സ്കൂട്ടറിൽ കയറ്റി പോയിപ്പിച്ചത് അങ്ങോട്ടേക്ക്. കൂട്ടത്തിൽ ഗുണ്ടകളായിട്ടുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ഗുണ്ടകളായിട്ടുണ്ട്. ആ സമയത്ത് പ്രിയൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടയുണ്ട് പള്ളുരുത്തിയിൽ താമസിക്കുന്ന എറണാകുളത്ത്. കൂടാതെ ഒരു കണ്ടെയ്നർ സുനി എന്ന് പറയുന്ന വേറൊരു ഗുണ്ടയുണ്ട്. പിന്നെ ഒരു സജീഷ് എന്ന് പറയുന്ന ഒരു ആളുമുണ്ട്. അപ്പോൾ അങ്ങനെ 3 ഗുണ്ടകളും ബിനുവും ഷാജിയും കൂടെ ചേർന്നാണ് ഞങ്ങൾ ഇവനെ തട്ടിക്കൊണ്ടുപോയി അവനെ കൊല ചെയ്തത്. ആദ്യം അവനെ ശ്വാസം മുട്ടിച്ച് കൊന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് ഞങ്ങൾ അറുത്ത കഷ്ണങ്ങളാക്കി പല സ്ഥലത്തായിട്ട് ഡിസ്പോസ് ചെയ്യാൻ അദ്ദേഹം ഏൽപ്പിച്ച പ്രകാരം ഞങ്ങളത് ചെയ്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇവൻ ഷാജി സാറ് പറഞ്ഞേൽപ്പിച്ചു എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. അതിനകത്ത് ഇൻവോൾവായിട്ട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവൻ പറഞ്ഞില്ല. പക്ഷേ പിന്നീട് അവൻ പറഞ്ഞു ഞങ്ങളോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു, DYSP ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു കുഴപ്പവും വരാൻ ഞാൻ നോക്കിക്കൊള്ളാം, ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തോളാം, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുക എന്നുള്ള മട്ടിലാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇതെന്താണ് കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ ഷാജിക്ക് ഒരു ചെറിയ ഒരു ഇമ്മോറലാണ് ആൾ. 3ാമത്തെ ഭാര്യയാണ് ഷാജിയുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി, 2ാമത്തെ ഭാര്യ ഡിവോഴ്സ്ഡ് ആയിപ്പോയെന്നാണ് തോന്നുന്നത്. ഷാജിയുടെ 3ാമത്തെ ഭാര്യ അവർ കുറച്ച് കാശുകാരിയാണ്, അവരുടെ പേരിൽ അതോ ഇനി ഷാജിയുടെ പൈസ തന്നെയാണോ എന്നറിയില്ല, എന്തായാലും ആ സ്ത്രീയുടെ പേരിൽ 4-5 ബസ്സുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ബസ്സിൽ കുറച്ച് നാൾ കണ്ടക്ടറായിട്ടും കുറച്ച് സമയം ഡ്രൈവറായിട്ടുമൊക്കെ ഈ പ്രവീൺ ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയം തൊട്ട് ഷാജിക്ക് പ്രവീണിനോട് വിരോധമുണ്ട്. കാരണം പ്രവീണും ഷാജിയുടെ ഭാര്യയും തമ്മിൽ ഒരു അവിഹിതമുണ്ട് എന്നുള്ള മട്ടിൽ ഷാജി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇവനെ ഒരു ദിവസം വീട്ടിൽ വിളിച്ച് അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് മേലിൽ ഇത് ആവർത്തിക്കില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു എന്നൊക്കെയുള്ള കഥകളൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു, പുറത്ത് വന്നായിരുന്നു. അപ്പോഴേക്കും ഈ മറ്റ് പ്രതികളൊക്കെ എവിടെയെന്ന് അന്വേഷിച്ചു. അപ്പം ആരെയും കിട്ടിയില്ല. പ്രിയൻ ഒളിവിലാണ്, കിട്ടിയില്ല. മറ്റവനെ കണ്ടെയ്നർ സുനി എന്ന് പറയുന്ന ആൾ ബാംഗ്ലൂരോ മറ്റോ പോയിരിക്കുക എന്ന് പറഞ്ഞു. സജീഷിന് തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരെ പിടിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു. പക്ഷേ എന്നാലും ഷാജിയെ പിടിക്കണമല്ലോ, കാരണം ഷാജിയെ ചോദ്യം ചെയ്താലല്ലേ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തല എവിടെയാണ് കംപ്ലീറ്റ് കേസ് ആവണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ അറുത്തു, എവിടെ വെച്ച് അറുത്തു എന്നുള്ളതിൻ്റെ സകല ഡീറ്റെയിൽസ്. കാരണം ബിനു പറഞ്ഞത് ഞാൻ കൊണ്ടുവന്ന് ഏൽപ്പിച്ച ശേഷം ഞാൻ അങ്ങ് പോയി, കൊലപാതകത്തിലും ഇതിനകത്തൊന്നും ഞാൻ ആക്റ്റീവായിട്ട് പങ്കെടുത്തിരുന്നില്ല എന്നുള്ള മട്ടിലാണ് അവൻ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഷാജിയെ പിടിക്കണം എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ സെർവിങ് ഓഫീസറാണ്, DYSP ആണ്, എല്ലാവർക്കും ഒരു പേടി. അപ്പോൾ വഹാബ് തന്നെ പറഞ്ഞു, മാഡം ഇങ്ങനെ ഒരു ഗുണ്ട പറയുന്നതനുസരിച്ചാണ് നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ അത് വരും. അതുമല്ല, അദ്ദേഹത്തെ ഷാജിയെ പറ്റി കേട്ടിടത്തോളം അയാളൊരു നല്ല ഓഫീസറാണ്, ഒരുപാട് നാൾ ക്രൈംബ്രാഞ്ചിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളതാണ്. മലപ്പുറത്ത് DYSP അഡ്മിനിസ്ട്രേഷനായിട്ടാണ് ജോലി ചെയ്യുന്നത്. അയാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, അയാൾ പേഴ്സണലായിട്ട് അയാൾ ഇവിടെ പങ്കെടുത്തിരുന്നു, ഇതൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് പോരെ, പതുക്കെ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നല്ല സാരമില്ല, നമുക്ക് അയാളെ ചോദ്യം ചെയ്യാൻ വിളിക്കാം, എന്തായാലും ഇങ്ങനെ ഒരാളൊരു കഥ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അയാളെ ചോദ്യം ചെയ്ത് മൊഴി റെക്കോർഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനതെൻ്റെ IG-യോടും DGP-യോടും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ശേഷം ഞാൻ വിളിപ്പിച്ചു ആളെ. IG പറഞ്ഞു, ശ്രീലേഖ സൂക്ഷിച്ച് ചെയ്യണം, കാരണം ഇത് ഷാജി എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല, ആൾ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഹോൾഡുള്ള ഒരു നല്ല ഓഫീസറായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, നല്ല നല്ല പോസ്റ്റുകളിൽ ഇരുന്നിട്ടുണ്ട്, ഒരുപാട് സർവീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സീനിയർ ഓഫീസേഴ്സുമായിട്ടും രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും അടുത്ത ബന്ധമുണ്ട്, അതുകൊണ്ട് ആലോചിച്ച് സൂക്ഷിച്ചൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ DGP വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീലേഖ ഒരു റിസ്ക് എടുത്താണ് ചെയ്യുന്നത്, തൽക്കാലം ഞാൻ അയാളെ ചോദ്യം ചെയ്യാനും കസ്റ്റഡി വയ്ക്കാനും അനുവാദം തരാം, പക്ഷേ
എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും, അതായത് ഹൈക്കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നോ നിങ്ങൾക്ക് തെളിവ് കിട്ടാത്ത പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഒഴിയും, പിന്നെ അത് കംപ്ലീറ്റ് ശ്രീലേഖയായിരിക്കണം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരിക എന്നുള്ള മട്ടിൽ അദ്ദേഹവും പറഞ്ഞു. വേറൊരു വളരെ നല്ലൊരു പോലീസ് ഓഫീസറായിട്ട് അറിയപ്പെടുന്ന എൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സീനിയർ ഓഫീസർ പോലീസ് ക്ലബ്ബിൽ ഇരുത്തി ഷാജിയെ ഒന്ന് ചോദ്യം ചെയ്ത് ഇരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീലേഖ ചെയ്തിരിക്കുന്ന വലിയ തെറ്റാണ് കേട്ടോ, ഇതിനകത്തൊരു വെറും ഒരു ഗുണ്ട ഒരാളുടെ പേര്, ഒരു ഓഫീസറിൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ട് അത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതായിരിക്കണം, ഒരിക്കലും ഷാജി അങ്ങനെ ചെയ്യില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഓഫീസറാണ് ഷാജി, എനിക്ക് ക്രൈം ബ്രാഞ്ചിൽ എനിക്ക് നല്ലപോലെ അറിയാവുന്ന ഓഫീസറാണ്, ഒരിക്കലും ഒരു കാരണവശാലും ഷാജി അത് ചെയ്യില്ല, അതുകൊണ്ട് യു ആർ മിസ്റ്റേക്കൺ, യു ആർ ഡൂയിങ് എ വെരി ബിഗ് മിസ്റ്റേക്ക്, അതിന് ശ്രീലേഖ സഹിക്കേണ്ടി വരും എന്നുള്ള മട്ടിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഷാജിയെ പോലീസ് ക്ലബ്ബിൽ വിളിച്ചിരുത്തി. എനിക്ക് തോന്നുന്നു ഏകദേശം 20-ാം തീയതി അടുപ്പിച്ചാണ് ഷാജിയോട് വരാൻ പറഞ്ഞത്. അയാൾ 21-ാം തീയതി വന്നു എന്ന് തോന്നുന്നുണ്ട്. അയാൾ വളരെ നിസ്സംഗഭാവത്തിൽ തമാശ രൂപത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാഡത്തിന് തോന്നുന്നുണ്ടോ ഒരു പോലീസ് ഓഫീസർ, അതും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പോലീസ് ഓഫീസറായ ഞാൻ ഇതുപോലെ ഗുണ്ടകളെ വെച്ചൊരു കുറ്റകൃത്യം ചെയ്യുമെന്ന്? ഇത് വളരെ ഈസി ആയിട്ട് അവർക്ക് പറയാം എൻ്റെ പേര്, കാരണം എനിക്കും പ്രവീണും തമ്മിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. അവൻ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്, അവൻ കള്ളനായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടുണ്ട്, എൻ്റെ ഭാര്യയുടെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം ഞാൻ അവനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അവനെ പിരിച്ചു വിട്ടിട്ടുണ്ട്, അവന് നല്ല തല്ല് കൊടുത്തിട്ടുണ്ട്, മേലിൽ ഇങ്ങോട്ട് കാല് കുത്തണമെന്ന് പറഞ്ഞ് ഓട്ടിച്ച് വിട്ടതാണ്. അതിനുശേഷം ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല, ഒരിക്കലും ഞാനത് ചെയ്തിട്ടില്ല. ഇത് ചുമ്മാ ഒരാൾ പറയുന്നത് കേട്ടിട്ട് മാഡം വിശ്വസിക്കില്ല, അല്ലെങ്കിൽ മറ്റേ ആൾക്കാർ പറയട്ടെ വേറെ എന്താ തെളിവുള്ളത് എന്നുള്ള മട്ടിൽ ഷാജി വളരെ നിസ്സംഗമായിട്ടിരിക്കുകയാണ്, അത് ഒന്നും സഹകരിക്കാത്ത മട്ടിലിരിക്കുകയാണ്. രാത്രിയിലായപ്പോഴേക്കും ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് പോയി, കാരണം പിറ്റേ ദിവസം ഒരു VIP വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിറ്റേന്ന് ഞാൻ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ SP എന്നെ വിളിച്ച് ചോദിച്ചു, മാഡം എന്താ ചെയ്യേണ്ടത്, ഇയാളെ വിടണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരട്ടെ, ഞാൻ ഈ VIP വിസിറ്റ് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ വരാം, വന്ന് ഒന്നും കൂടെ ഒന്ന് ഷാജിയുടെ അടുത്ത് സംസാരിച്ച ശേഷം വിടാം, അയാൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കൂ, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് കോട്ടയം പോലീസ് ക്ലബ്ബിൽ തന്നെ ഷാജിയെ അവിടെ നിർത്തിക്കൊണ്ട് പോകാൻ സമ്മതിക്കാതെ ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് പോയി. പിറ്റേന്ന് VIP ഡ്യൂട്ടി ചെയ്തു. പക്ഷേ ഒരുപാട് ലേറ്റായിട്ട് തീർന്നത് കൊണ്ട് എനിക്ക് തിരിച്ച് കോട്ടയത്തോട്ട് പോകാൻ പറ്റിയില്ല. അതിൻ്റെ പിറ്റേ ദിവസം വേറെ എന്തോ ഒരു പ്രശ്നവും കൂടെ വന്നു. അവിടെ എറണാകുളത്ത് നിന്ന് മാറാൻ പറ്റാത്ത ഒരവസ്ഥയായി. അപ്പോൾ കോട്ടയം SP അങ്ങ് ഭയങ്കര വെപ്രാളം പറഞ്ഞു, ഇയാൾ ഷാജി കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി, വീട്ടിൽ പോകുന്നില്ല, ഞാൻ പോയി കേസ് ഫയൽ ചെയ്യാൻ പോകാം, നിങ്ങൾ എന്ത് ഭാവിച്ചാണ് എന്നെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്, എന്നെ അങ്ങനെ തടഞ്ഞു വെക്കാൻ പറ്റില്ല, ഇത് അനധികൃതമാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ ബഹളം വെക്കുകയാണ്. അയാൾ ഫോൺ വിളിക്കാൻ സമ്മതിക്കണം, അയാൾ വീട്ടുകാരെ അറിയിക്കണം, അയാൾക്ക് വക്കീലിനെ വേണം, അയാൾക്ക് ഡോക്ടറെ വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. മാഡം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നെന്തായാലും വരാൻ പറ്റത്തില്ല, നാളെ വരാം. ഇന്നത്തെ ഒരു ദിവസം അയാൾക്ക് ഭക്ഷണം കൊടുക്കണ്ട, അയാൾ വെള്ളം മാത്രം വെച്ച് കൊടുത്താൽ മതി, ഇന്നത്തെ ഒരു ഫുൾ ഡേ അയാൾക്ക് ഭക്ഷണം കൊടുക്കണ്ട എന്ന് ഞാൻ SP പറഞ്ഞു. ഇപ്പോൾ SP കുറച്ചും കൂടെ പേടിയായി. SP പറഞ്ഞു, മാഡം അയാൾ പോലീസ് ഓഫീസർ, നമ്മളിങ്ങനെ ഹരാസ് ചെയ്യാമോ, മൂന്നാം മുറയൊക്കെ ചെയ്യാൻ പറ്റുമോ, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ വളരെ കസ്റ്റനായിട്ട് പറഞ്ഞു, പേടിക്കണ്ട, എൻ്റെ ഫുള്ള് റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം, കാരണം DGPയുടെ അടുത്ത് IG-യുടെ അടുത്തുമൊക്കെ ഞാനാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തോളാം എന്നുള്ള റിസ്ക്കിലാണ് ഞാൻ ഇവനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചതും പിന്നെ ക്ലബ്ബിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കും, ഞാനത് ചെയ്തോളാം, ഭക്ഷണം കൊടുക്കണ്ട കേട്ടോ, അത് കർശനമായിട്ട് പാലിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു ദിവസത്തേക്കൊന്ന് കഷ്ടപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അയാളുടെ ഭാര്യയും ഒരു വക്കീലും കൂടെ കോട്ടയം പോലീസ് ക്ലബ്ബിൽ വന്ന് നിന്നിട്ട് ഭയങ്കര ബഹളം. ഒരു ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുകയാണ്, നിങ്ങളെല്ലാവരും അനുഭവിക്കും, DIGയുടെ ജോലി പോവും, IG-യുടെ ജോലി പോവും, എല്ലാവരുടെയും ജോലി പോവും എന്നൊക്കെ പറഞ്ഞ് അവർ കിടന്ന് ഭയങ്കര ബഹളം. ഷാജിക്കും ഭയങ്കര വീക്കായി, അയാൾ ഭക്ഷണം കഴിക്കാതെ അയാൾക്ക് എന്തോ BP കൂടി, ഡയബറ്റീസ് ആണ് എന്നൊക്കെ പറഞ്ഞ് മരുന്ന് കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അയാളും ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിൽക്കി ഞാൻ വരട്ടെ വഹാബ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അയാൾ ബാത്റൂമൊക്കെ ഉണ്ടല്ലോ, ബാത്റൂമുള്ള മുറിയിലല്ലേ നമ്മൾ അയാളെ പൂട്ടിയിട്ടിരിക്കുന്നത്, അപ്പോൾ അയാൾ ബാത്റൂമിലൊക്കെ പൊക്കോട്ടെ, അയാൾ പുറത്തോട്ട് ഇറക്കണ്ട, ഭാര്യയും കാണിക്കണ്ട, വക്കീലിനെ കാണിക്കണം, ഞാൻ വന്നിട്ട് ഭാര്യയോട് വക്കീലിനോട് സംസാരിക്കാം. ഷാജിയെ നമ്മൾ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ക്ലബ്ബിൽ വെച്ചിട്ടുള്ള 4ാമത്തെ ദിവസം രാവിലെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഷാജി ഒരു തുള്ളി ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ, അയാൾ കുറച്ച് വീക്കായിരുന്നു. കൂടാതെ അന്ന് 24-ാം തീയതിയായിരുന്നു ഫെബ്രുവരി. അപ്പം ഞാനവിടെ എത്തി, പോലീസ് ക്ലബ്ബിൽ എത്തിയപ്പോഴേക്കും താഴെ ഇങ്ങനെ ഭാര്യയും വക്കീലും ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രൂഫുണ്ട്, എവിഡൻസ് ഉണ്ട്, ക്ലിയറായിട്ടുള്ള തെളിവുണ്ട്, ഈ പ്രവീണിനെ കൊലപ്പെടുത്തിയതിന് ഷാജിക്കാണ് മുഖ്യ പങ്ക്, അത് അക്യൂസ്ഡ് 1 ആണ്, A1 ആണ്. അപ്പോൾ നിങ്ങൾ ഹൈക്കോടതി പൊക്കോ, കുഴപ്പമില്ല, ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്, ചോദ്യം ചെയ്യലിലാണ് എന്ന് എനിക്ക് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടുമില്ല. ആദ്യത്തെ ദിവസം ചോദ്യം ചെയ്തപ്പോൾ
എല്ലാ പോലീസ് ഓഫീസേഴ്സും എൻ്റെ ചുറ്റും ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. വഹാബും അവിടെ ഒരു വശത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷാജിയുടെ അടുത്ത് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. ഷാജി എന്നെ കണ്ടപ്പോൾ എണീറ്റു. ഇപ്പോൾ ഒരു വട്ടമേശയുണ്ട്. ആ വട്ടമേശയുടെ വശത്തായിട്ടൊരു മതിലുണ്ട്. മതിലിൻ്റെ ചേർന്ന ഒരു കസേരയിലാണ് ഞാൻ അവനെ അവിടെ ഇരിക്കാൻ പറഞ്ഞ് ഇരുത്തിയത്. ഇപ്പുറത്തെ വശത്ത് ഞാനിരുന്നു. എന്നിട്ട് ഞാൻ SP-യോടും ബാക്കി എല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ പുറത്ത് പോകും, നിങ്ങളെല്ലാവരും പുറത്തു പോകും, എനിക്ക് അയാളോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും പുറത്തു പോയി. അപ്പോൾ ഞാൻ അയാളോട് ഇരുന്ന് വീണ്ടും ആദ്യം തൊട്ട് സംസാരിച്ചു. കഥകൾ മുഴുവൻ പറയാം, പ്രവീണുമായിട്ട് പരിചയപ്പെട്ട അന്ന് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ പറഞ്ഞു. അയാൾ കുറച്ച് വീക്കായിരുന്നു. അപ്പോൾ അയാൾ പിന്നെ പരാതിയും സങ്കടമൊക്കെ പറയാൻ തുടങ്ങി. എനിക്ക് എന്നിലെ ഭക്ഷണം തന്നില്ല, അത് മാഡം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. മാഡം ആണോ പറഞ്ഞത്? എന്തിനാണ് മാഡം എന്നെ കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് അല്ല എന്ന് മാഡത്തിന് അറിഞ്ഞുകൂടെ? മാഡത്തിന് എങ്ങനെ ഇങ്ങനെ മനസ്സാക്ഷി കുത്തില്ലാതെ പെരുമാറാൻ കഴിയുന്നു? മാഡം ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല, നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടില്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞാൽ അയാൾ വളരെ ഇമോഷണലായി. പക്ഷേ ഞാനത് കർശനമായിട്ട് പറഞ്ഞില്ല, ഷാജി കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ, എനിക്ക് നിങ്ങളെ വിടാൻ പറ്റില്ല ഈ ഒരു അവസരത്തിൽ, ഞാൻ വലിയൊരു റിസ്ക് എടുത്തിട്ടാണ് നിങ്ങളിവിടെ പിടിച്ച് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് സത്യം അറിഞ്ഞേ പറ്റുള്ളൂ. എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഷാജി ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നുള്ളത്. അല്ല എന്ന് എനിക്ക് ഉറപ്പ് വരുന്നത് വരെ ഷാജി എന്നെ കൺവിൻസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഷാജിയുടെ കഥ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ അയാളെ കൊണ്ട് മുഴുവനും പറയിച്ചു. പ്രവീൺ ഭാര്യയുമായിട്ടുള്ള ഇങ്ങനെ ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ അല്ലല്ലോ, പ്രവീൺ ഭാര്യയെ ഉപദ്രവിച്ചല്ല. കാരണം ഭാര്യയ്ക്ക് 36-37 വയസ്സുണ്ട്. പ്രവീൺ എന്ന് പറയുന്നത് കൊച്ചു പയ്യനാണ്. ആ സമയത്ത് 20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അവന്. അപ്പോൾ 20 വയസ്സുള്ള ഒരു പയ്യൻ, ഒരു മുതലാളിയുടെ അത് DYSPയുടെ ഭാര്യയെ കയറി പിടിക്കുക, ആക്രമിക്കുക, ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ശരിക്കും അവർ തമ്മിൽ എന്തായിരുന്നു ബന്ധം എന്ന് പറഞ്ഞാൽ അല്ലല്ല, അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അവന് വളരെ മോശം സ്വഭാവമാണ്. മാഡം ബിനുവിനെ കണ്ടതല്ലേ, ഗുണ്ടയല്ലേ, അതുപോലെ ഒരു ഗുണ്ടയാണ് ഈ പ്രവീണും എന്നൊക്കെ പറഞ്ഞു. അവൻ അങ്ങനെ ഒരു ഗുണ്ടാ ചരിത്രമൊന്നും അവനില്ല. ബിനുവിൻ്റെ പേര് കേസൊക്കെ ഉണ്ട്, പക്ഷേ ഇവൻ്റെ പേരിൽ അങ്ങനെ ഒരു കേസില്ല. ഇവൻ വളരെ പാവമായിട്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇത്രയും ചെറിയ പ്രായമുള്ളൊരു പയ്യൻ തീർച്ചയായിട്ടും ഇത്രയും മുതലാളിയായിട്ടുള്ള ഒരു സ്ത്രീയെ കയറി ഉപദ്രവിക്കില്ല. ഞാൻ വീണ്ടും അയാളോട് ചോദിച്ചപ്പോൾ അയാൾ അവസാനം പറഞ്ഞു, ശരി അവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു, അതിന് ഭാര്യ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തു പോയി ചേട്ടാ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഇവൻ അത് ചെയ്തില്ല എന്നുള്ള മട്ടിൽ ഉറച്ചു നിന്ന് എന്നെ പിടിച്ച് ഇങ്ങനെ ചെയ്യിച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അവനെ തല്ലിയത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നീട് വീണ്ടും ചോദിച്ചു, ഈ ബന്ധം അവർ തുടർന്നു എന്നുള്ള രീതിയിൽ ഷാജി ആരോടോ പിന്നീട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ, വീണ്ടും ഇതേ ഇഷ്യൂ അവനെ ശരിയാക്കും എന്നുള്ള മട്ടിൽ പലരോടും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള മട്ടിൽ ഞാൻ വീണ്ടും പറഞ്ഞപ്പോൾ അതൊന്നും ആദ്യം ആൾ സമ്മതിക്കാൻ തയ്യാറായിരുന്നെങ്കിലും പിന്നീട് അവസാനം സമ്മതിച്ചു. ശരിയാണ്, എനിക്ക് അയാളുടെ വലിയ ദേഷ്യമായിരുന്നു, വീണ്ടും അവനിത് തുടരും എന്നുള്ളൊരു പേടി എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അവർ തമ്മിൽ വീണ്ടും അവിഹിതം ഉണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇയാൾ മലപ്പുറത്തിരിക്കുന്നു, ഇവർ പള്ളുരുത്തിയിലാണ്, ഇവൻ ഏറ്റുമാനൂരാണ്. അപ്പം മലപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇങ്ങോട്ട് വന്ന് ഡെയിലി മോണിറ്റർ ചെയ്യാൻ പ്രയാസമാണല്ലോ എന്നുള്ള മട്ടിൽ ഞാൻ വീണ്ടും ആ ഒരു പോയിന്റിൽ വെച്ച് തന്നെ സംസാരിച്ചപ്പോൾ അയാൾക്ക് കുറച്ചൊരു പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ അയാൾ പറഞ്ഞു, അയാൾ വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞു. വെള്ളമൊക്കെ തരാതിരിക്കും, നിങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തൊരു കഷ്ടമാണ് നിങ്ങളെ കാണിക്കുന്നത്, നിങ്ങൾ എന്തൊരു സ്ത്രീയാടി എന്നുള്ള മട്ടിൽ അയാൾ എൻ്റെ അടുത്തൊരു മോശം ഭാഷ ഉപയോഗിക്കുന്ന രീതിയിൽ എൻ്റെ അടുത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരം പോയി. നിങ്ങൾക്ക് മർഡറെക്കുറിച്ചാണോ അറിയേണ്ടത്, അതോ നിങ്ങൾക്ക് അവിഹിതത്തെക്കുറിച്ചാണോ അറിയേണ്ടത്? കൊലപാതകം ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിനക്കെന്താ വിശ്വസിച്ചാൽ എന്നൊക്കെയുള്ള മട്ടി പറഞ്ഞപ്പോഴേക്കും എനിക്കും ദേഷ്യം വന്നു. ഞാൻ എണീറ്റ് നിന്നിട്ട് ഞാൻ ആ മേശ, അയാൾക്ക് അന്ന് കുറച്ച് വയറുണ്ടായിരുന്നു, വലിയ വണ്ണമൊന്നും ഇല്ലെങ്കിലും ഒരു ശകലം വയറുണ്ടായിരുന്നു. അപ്പോൾ ഈ കസേര ഇരിക്കുന്നതിൻ്റെ ഈ ഭാഗത്തായിട്ടായിരുന്നു മേശ വന്നിരുന്നത് വയറിൻ്റെ. ഞാൻ ഈ വട്ടം മേശ പിടിച്ച് ഒറ്റ ഒരു തള്ള് വെച്ച് കൊടുത്തു. അപ്പോൾ ആ തള്ളിൽ അയാളുടെ വയറും കസേരയും ഇതിൻ്റെ മതിലിനോടങ്ങ് ചേർന്ന് കുടുങ്ങിപ്പോയി. അയാൾക്ക് പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല അയാൾ ഭയങ്കരമായിട്ട് ഞെട്ടി ഇങ്ങനെ അയാൾ. ഞാൻ എൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് ഇങ്ങനെ ഇറുക്കി പിടിച്ച് മേശ ഇങ്ങനെ തള്ളി പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ ഒന്നും കൂടെ ഒന്ന് അമർത്തി. അപ്പോൾ അയാൾ ശ്വാസം കിട്ടാത്ത പോലെ കണ്ണൊക്കെ തള്ളി വന്നു. മാഡം ഞാൻ പറയടാ സത്യം പന്നറാസ്കർ പറയടാ, നീ അല്ലേടാ കൊന്നത് അവനെ, പറയാം ഞാനെ കൊന്നു എന്ന് അയാൾ ഉടനെ വിളിച്ച് പറഞ്ഞു. ആ ശ്വാസം കിട്ടാതെ ആ ഞെട്ടലിലും വിഷമത്തിലും 2-3 മണിക്കൂറായി ഞാൻ അയാളെ ചോദ്യം ചെയ്തു. ഞാനും അപ്പോൾ വെള്ളവും കുടിച്ചിട്ടില്ല, അതും ചെയ്തിട്ടില്ല. കഥകളൊക്കെ അയാളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാളിങ്ങനെ ഈ മോശമായിട്ട് എടീ നീ എന്നൊക്കെ പറയുന്ന രീതിയിലോട്ട് സംസാരം വന്നപ്പോൾ ക്ഷീണിതനുമായിരുന്നല്ലോ, താടിയൊക്കെ ശകലമായിട്ട് 3 ദിവസം ഷേവ് ചെയ്യാതൊക്കെ ഇരുന്നതിൻ്റെയൊക്കെ ഉള്ളൊരു പ്രയാസവും സ്കിതയും ഒക്കെ മുഖത്തൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പെട്ടെന്ന് ടെമ്പർ ലൂസ് ചെയ്തു. പിന്നെ BP ഉണ്ടെന്ന് പറയുന്നു, ഇല്ല ഡയബറ്റിക് ആണെന്നൊക്കെ പറയുന്നു, മരുന്ന് കഴിച്ചിട്ടില്ല. എന്തായാലും അയാൾ ബ്രേക്ക് ചെയ്തു. ആ സമയത്ത് മേശ പിന്നെ വലിച്ചിട്ട് ഞാൻ കസേരയിലിരുന്നിട്ട് ഞാൻ ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളിതാ സമ്മതിച്ചു, ഇയാളാണ് കൊല ചെയ്തതെന്ന് പറഞ്ഞു, നമുക്കിത് റെക്കോർഡ് ചെയ്യാം. ഞാൻ അവിടെ നിന്ന് തത്ത പറയും പോലെ എല്ലാം പറഞ്ഞു, എന്താണ് സംഭവം എന്നുള്ളത് പറഞ്ഞു. ഈ അനുഭവ കഥയുടെ വിവരണം ഒരല്പം നീണ്ടുപോയി.
അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത ആഴ്ച നിങ്ങളെ കാണിക്കാം. സസ്നേഹം, ശ്രീലേഖ.